ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെറ്റ് ജനറൽ പേപ്പറിലെ കുറച്ച് അൺഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ് ജനറൽ പേപ്പറിനെ പറ്റി അത്യാവശ്യം കുറച്ച് പ്രിപ്പയർഡ് ആണ് നിങ്ങളെങ്കിൽ ഈ ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ടേംസ് കുറച്ച് അൺഫെമിലിയർ ആയിട്ട് തോന്നും. ഓക്കെ, നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് വഴി നോക്കാം. രണ്ട് ടേംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ടേംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Triangulation is described as researchers taking different perspectives in answering a research question. Statement 2, triangulation is expected to produce knowledge from different insights to promote quality research. ഇതിന് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2 ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ 3 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ 4 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏതാണ് ആൻസർ എന്ന്? ഈ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇല്ലെങ്കിൽ നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ ആണ്. ഓക്കെ, ട്രയാങ്കുലേഷൻ. അപ്പോൾ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് റിസർച്ചേഴ്സ് ഇൻ ടേക്കിംഗ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഇൻ ആൻസറിങ് എ റിസർച്ച് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, ഒരു റിസർച്ചിൽ കുറേ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണ്, പല രീതിയിൽ അല്ലെങ്കിൽ പല പെർസ്പെക്റ്റീവിൽ നിന്ന് ആൻസർ എടുക്കുന്നതിന് നമ്മൾ ട്രയാങ്കുലേഷൻ എന്ന് പറയും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് 2, ട്രയാങ്കുലേഷൻ ഇസ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് നോളജ് ഫ്രം ഡിഫറെൻറ്റ് ഇൻസൈറ്റ്സ് ടു പ്രൊമോട്ട് എ ക്വാളിറ്റി റിസർച്ച്. അതായത് പല സോഴ്സസിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ഓക്കെ, ഡിഫറെൻറ്റ് ഇൻസൈറ്റ്സ് നമ്മൾ അതിന് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു റിസർച്ചിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നമുക്കിനി ആ ട്രയാങ്കുലേഷൻ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ട്രയാങ്കുലേഷൻ ഇസ് എ റിസർച്ച് ടെക്നിക്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. റിസർച്ച് ടെക്നിക്കാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് എ റിസർച്ച് ടെക്നിക് ഇൻ വിച്ച് 2 or more methods, data sources, investigators or theories are used to study the same phenomenon. Okay, the purpose is to improve the validity, credibility and reliability of research findings. Okay, അപ്പോൾ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റിസർച്ച് ടെക്നിക്കാണ്. എങ്ങനെ? അത് 2ൽ കൂടുതൽ മെത്തേഡ്സ് യൂസ് ചെയ്യും, കുറേ ഡാറ്റ സോഴ്സസ് യൂസ് ചെയ്യും. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കില്ല, പല ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ കൊണ്ട് നമ്മളത് ചെയ്യിക്കും. പല തിയറീസും നമ്മളത് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സെയിം ഫിനോമിനൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല സോഴ്സസും പല മെത്തേഡ്സും പല ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇംപ്രൂവ്സ് ദി ആക്യുറസി ഓഫ് ദി റിസർച്ച്. ഒരു സോഴ്സിൽ നിന്നല്ലാതെ പല സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ, പല ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ പല തിയറീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മളതിന് ട്രയാങ്കുലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ ക്വാളിറ്റി കൂട്ടും. ഓക്കെ, റെഡ്യൂസസ് ബയസ്. ആ ഒരു ബയസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു മെത്തേഡ് മാത്രം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ മാത്രം യൂസ് ചെയ്യുമ്പോൾ ഒരു ബയസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ് കൂട്ടാൻ സാധിക്കും. പിന്നെന്താണ്? ഒരു കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിസർച്ച് പ്രോബ്ലം. ആ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇതുവഴി ലഭിക്കും. ഓക്കെ, അപ്പോൾ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ പല മെത്തേഡ്സ്, പല ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, പല തിയറീസ് യൂസ് ചെയ്തിട്ട് എന്താണ്, ഒരു സെയിം ഫിനോമിനൻ്റെ കാര്യം കണ്ടെത്തുവാണ്. ഓക്കെ, അതിൻ്റെ വാലിഡിറ്റിയും ക്രെഡിബിലിറ്റിയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, റിസർച്ചർ വാണ്ട്സ് ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു റിസർച്ചർക്ക് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് എക്സ്പീരിയൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതിനെ പറ്റിയാണ് ആ റിസർച്ചറിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ റിസർച്ച് യൂസ് ചെയ്യുക? സർവേ സ്റ്റുഡൻസ്, അതിൻ്റെ ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യും, ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യും, പിന്നെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യും. ഈ 3 മെത്തേഡ്സ് വഴി എന്ത് ചെയ്യും? സ്റ്റുഡൻസിൽ നിന്ന് ആ ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്, ഈ 3 മെത്തേഡ് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഡാറ്റ കളക്ഷൻ്റെ ആക്യുറസി, അതുവഴി റിസർച്ചിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, 3 മെത്തേഡ്സും ഇതിനകത്ത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? റിസർച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടേമിലേക്ക് പോവാം. ഓക്കെ, ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ വഴി പോവാം. ബിബ്ലിയോമെട്രിക്സ് റെഫേഴ്സ് ടു വാട്ട്? ബിബ്ലിയോമെട്രിക്സ്. ഓക്കെ, ഇതാണ് അടുത്ത ടേം. ബിബ്ലിയോമെട്രിക്സ് റെഫേഴ്സ് ടു വാട്ട്? എ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ബുക്സ്, ആർട്ടിക്കിൾസ് ആൻഡ് സൈറ്റേഷൻസ്. ഓപ്ഷൻ ബി, മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. ഓപ്ഷൻ 4, കണ്ടന്റ് അനാലിസിസ് ഓഫ് ഇൻ്റലിജൻസ്. ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ബുക്സ്, ആർട്ടിക്കിൾസ് ആൻഡ് സൈറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ബിബ്ലിയോമെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്?
ബുക്സിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും സൈറ്റേഷൻസിൻ്റെയും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെയാണ് നമ്മൾ ബിബ്ലിയോമെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിബ്ലിയോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അതായത് ഒരു റിസർച്ചർ പബ്ലിഷ് ചെയ്ത ബുക്സിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും ജേർണൽസിൻ്റെയും സൈറ്റേഷൻസിൻ്റെയും എന്തിനാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് നമ്മൾ എന്തുവഴി നോക്കുന്നത്, ബിബ്ലിയോമെട്രിക്സ് വഴി നോക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു റിസർച്ചിൻ്റെ പ്രൊഡക്ടിവിറ്റിയും സ്കോളർലി ഇമ്പാക്റ്റും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നോക്കുന്നത്, ഈ ബിബ്ലിയോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു ടൂള് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. അതായത് ആ ഒരു റിസർച്ചർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്സിൻ്റെ, ആർട്ടിക്കിൾസിൻ്റെ, ജേർണൽസിൻ്റെ, സൈറ്റേഷൻസിൻ്റെ അല്ലെങ്കിൽ വേറെ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിബ്ലിയോമെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു റിസർച്ചിൻ്റെ പ്രൊഡക്ടിവിറ്റിയും സ്കോളർലി ഇമ്പാക്റ്റും ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ്സ് റിസർച്ചേഴ്സ് പെർഫോമൻസ്. ആ റിസർച്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ, it measures the impact of authors, journals and institutions. അതായത് ആ റിസർച്ചറിൻ്റെ അല്ലെങ്കിൽ ഓതറിൻ്റെ അല്ലെങ്കിൽ ജേർണലിൻ്റെ അല്ലെങ്കിൽ ആ റിസർച്ചർ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. പിന്നെ എന്താണ്, ആ ഒരു റിസർച്ചറിൻ്റെ പേപ്പർ എത്രമാത്രം ഇൻഫ്ലുവൻഷ്യലാണ്, എത്രമാത്രമാണ് അത് റീഡേഴ്സിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു അപ്രോക്സിമേഷൻ നമുക്ക് കിട്ടും. എന്നിട്ട് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ്, അതായത് ആ റിസർച്ചർ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്സിനും പിന്നെ റിസർച്ച് നല്ലതാണെങ്കിൽ അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിബ്ലിയോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റിസർച്ചർ ഒരു 50 പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റിസർച്ചറിന് 2000 സൈറ്റേഷൻസ് ഉണ്ട്. ഇത് റിസർച്ചറിൻ്റെ എച്ച് ഇൻഡെക്സ് എന്ന് പറയുന്നത് 25. എച്ച് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസർച്ചറിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എച്ച് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ബിബ്ലിയോമെട്രിക്സ് അനാലിസിസ് കൺക്ലൂഡ്സ് ദാറ്റ് റിസർച്ചർ ഹാസ് ഹൈ റിസർച്ച് പ്രൊഡക്ടിവിറ്റി. കാര്യം എന്താണ്? പേപ്പർ 50 പേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. ആ 50 പേപ്പർ നമ്മളിവിടെ കൂട്ടുന്നുണ്ട്. 2000 സൈറ്റേഷൻസ് നമ്മളിവിടെ കൂട്ടുന്നുണ്ട്. എച്ച് ഇൻഡെക്സ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ ബിബ്ലിയോമെട്രിക്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റിസർച്ചറിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്തുമാത്രമാണെന്ന് അറിയാൻ സാധിക്കും. ആ റിസർച്ചറിൻ്റെ അക്കാദമിക് ഇൻഫ്ലുവൻസും എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ബിബ്ലിയോമെട്രിക്സ് എന്ന് പറയുന്നത് ആ റിസർച്ചറിൻ്റെ അല്ലെങ്കിൽ ആ റിസർച്ചർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബുക്സ് ആണോ, ജേർണൽസ് ആണോ, സൈറ്റേഷൻസ് ആണോ അതിൻ്റെയൊക്കെ ഒരു എഫിഷ്യൻസി അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിബ്ലിയോമെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ട്രയാങ്കുലേഷനും ബിബ്ലിയോമെട്രിക്സുമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനു മുമ്പുള്ള നെറ്റ് എക്സാംസിനൊക്കെ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇനി നമ്മളുടെ അടുത്ത ഡിസംബർ സൈക്കിളിലേക്ക് ഇനി 4 മാസങ്ങളും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ PYQs കൊടുക്കുന്നുണ്ട്, MCQs കൊടുക്കുന്നുണ്ട്, റെക്കോർഡർ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, എക്സ്ക്ലൂസീവ് മെൻറ്റർഷിപ്പ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് PhD ഹോൾഡേഴ്സും JRF ഹോൾഡേഴ്സും ആയിട്ടുള്ള മെൻറ്റേഴ്സും ഫാക്കൽറ്റീസുമാണ്. അപ്പോൾ നമ്മളുടെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് അടുത്ത ഡിസംബറിലേക്കുള്ള JRF നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ CCയോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ലോങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മളുടെ JRF എന്ന് പറഞ്ഞൊരു സ്വപ്നം നമുക്ക് ഡിസംബറിൽ തന്നെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. So this is Harikrishnan signing off.